ബംഗ്ലാദേശിലെ നാശം ഉച്ചസ്ഥായിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മതതീവ്രവാദികൾ ഇപ്പോൾ ബുർഖയുടെ പേര് പറഞ്ഞ് സ്ത്രീകളെ ഓടിച്ചിട്ട് തല്ലുകയാണ്. ഇവിടുത്തെ മതതീവ്രവാദികൾ ആവശ്യപ്പെടുന്നത് സ്ത്രീകൾക്ക് ഇനി മുതൽ വീടിന് പുറത്തിറങ്ങണമെങ്കിൽ ബുർഖ ധരിക്കണമെന്നാണ്. ഇതിന്റെ പേരിൽ ഇവർ മറ്റു മതസ്ഥരായ സ്ത്രീകളെയും ബുർഖ ധരിക്കാത്ത മുസ്ലിം സ്ത്രീകളെയും തിരഞ്ഞുപിടിച്ച് പരസ്യമായി തല്ലുന്നു. താലിബാനികൾ ചെയ്യുന്നത് പോലെ പരസ്യ വിചാരണയും ചെയ്യുന്നുണ്ട്. ഇവർ തന്നെ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയാണ്. മോഡേൺ വസ്ത്രങ്ങളിട്ട് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്കൊരു വാണിംഗ് ആയിട്ടാണ് ഷെയറിംഗ് നടത്തുന്നത്. ബംഗ്ലാദേശിലെ വിദ്യാർത്ഥികളാണ് ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം ചേർന്ന് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കാൻ മുൻകൈയെടുത്തത്. എന്നാൽ ഇന്ന് അതേ ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥികളെ ഓടിച്ചിട്ട് തല്ലുകയാണ്. ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥികൾക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകിയാണ് ഈ അട്ടിമറിയിലേക്ക് അവരെ വലിച്ചിട്ടത്. എന്നാൽ ഇപ്പോൾ ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ കാണിച്ചുകൂട്ടലുകൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു ഇരുട്ടടി ഏറ്റതുപോലെ ആയിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് വിങ്ങാണ് ഇപ്പോൾ രാജ്യത്ത് ശരിയ പോലീസിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബീച്ചിൽ ടീഷർട്ട് ഇട്ട് നടന്ന പെൺകുട്ടികളെയെല്ലാം റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ തല്ലിച്ചതച്ചു. അതുപോലെ തിരക്കുള്ള റോഡുകളിലൂടെ നടന്നുവരുന്ന സ്ത്രീകളെ ഇവർ തിരഞ്ഞു പിടിച്ച് കുറുവടി കൊണ്ട് ആക്രമിച്ചു. ഇവരെ കൊണ്ട് ഇനി ബുർഖയിടാതെ പുറത്തിറങ്ങില്ലെന്ന് പറയിക്കുക മാത്രമല്ല ഏത്തമിടിവിക്കുകയും ചെയ്തു. ബംഗ്ലാദേശിൽ സ്ത്രീകൾ ഇനി മുതൽ മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ലെന്നാണ് ഈ മതതീവ്രവാദികൾ നിർദ്ദേശിക്കുന്നത്. തങ്ങളെ ജമാഅത്തെ ഇസ്ലാമിയും മറ്റ് മതതീവ്രവാദികളും ചേർന്ന് പറ്റിക്കുകയായിരുന്നെന്ന് വിദ്യാർത്ഥികൾക്കിപ്പോൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഇതിനു മുമ്പ് ഇവർ ഹിന്ദു സ്ത്രീകളെയാണ് ഏറ്റവും അധികം ദ്രോഹിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ മുസ്ലിം സ്ത്രീകളെയും വെറുതെ വിടുന്നില്ല. ഇവർ ഷെയ്ഖ് ഹസീനയെ ഏകാധിപതി എന്ന് വിളിച്ചാണ് വലിച്ചിറക്കിയത്. എന്നാൽ മതതീവ്രവാദികളുടെ വലയിൽ പെട്ടുപോയ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ അബദ്ധം ബോധ്യപ്പെട്ടപ്പോഴേക്കും വൈകിപ്പോയി. ഇപ്പോൾ ഇവരെ മതതീവ്രവാദികൾ തന്നെ തല്ലി ശരിയാക്കുകയാണ്. സ്ത്രീകളെ ഇങ്ങനെ ഓടിച്ചിട്ട് തല്ലുന്നത് കണ്ട് വിദ്യാർത്ഥികൾ വീണ്ടും സമരത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവർ സമരം ചെയ്യുന്നത് മുഹമ്മദ് യൂനസിനും ജമാഅത്തെ ഇസ്ലാമിക്കും എതിരെയാണ്. സകല മുസ്ലിം തീവ്രവാദി ഗ്രൂപ്പും ബംഗ്ലാദേശിൽ തമ്പടിച്ചിരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് ഇനി എത്രത്തോളം വിജയിക്കാൻ കഴിയുമെന്ന് കാത്തിരുന്ന് കാണാനേ കഴിയൂ. അല്ലെങ്കിൽ അടുത്ത് തന്നെ ബംഗ്ലാദേശ് ഒരു അഫ്ഗാനിസ്ഥാനായി മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും.